ഹായ് സ്റ്റുഡൻസ്, 2025 ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ്, കീം പോലുള്ള പ്രവേശന പരീക്ഷകൾക്കായിട്ട് വളരെ ആത്മാർത്ഥമായി തയ്യാറെടുത്ത് കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ നമുക്കറിയാം 2025 ജെയ് മെയിൻ ആയിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഈ ഒരു സമയം ഒരു വർഷക്കാലം ബെർലിനിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഏറ്റവും സിൻസിയർ ആയിട്ട് പഠിച്ച് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ബെർലിനിന്റെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ എത്രമാത്രം കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ നമ്മുടെ ജെയ് മെയിൻസിന്റെ മോഡൽ എക്സാമിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് വിദ്യാർത്ഥികൾ എല്ലാവരും എക്സാമിന് എന്ന് പ്രവേശിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളുടെ മുഖത്ത് സന്തോഷം കാണാൻ ഇന്നത്തെ എക്സാം. ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം തന്നെയാണ്. ഓക്കെ, അപ്പൊ പഠിച്ചു തന്നെ വന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ടൈം മാനേജ്മെന്റ് സ്കില്ലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ജെയ് മെയിൻസിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിനൊക്കെ എത്രത്തോളം മോനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിച്ചു? സാധാരണ ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവല്. ഇത് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കൂടി, അപ്പം ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഓരോരോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മോഡൽ എക്സാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, അതായത് ജെയ് മെയിന്റെ ആ എക്സാം ഹാളിൽ കയറുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനൊരു തുടക്കമാണ് ഇന്നത്തെ നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഇതേപോലെ പറഞ്ഞ സിലബസ് ഒക്കെ പറ്റുന്ന പോലെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നത്. മാത്രമല്ല എക്സാം പഠിച്ച പോലെ തന്നെ വന്നു. പക്ഷെ എവിടെയൊക്കെയോ ഒരുപാട് മിസ്റ്റേക്സ് അതിൽ കാണാൻ സാധിച്ചു. കാരണം നെഗറ്റീവ് മാർക്സ് കുറച്ചെണ്ണം കൂടുതലായി വന്ന പോലെ ശ്രദ്ധയപ്പെട്ടു. പക്ഷെ എന്നാലും എന്താ പറയുക, അടുത്തതിന് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് അതെ ജെയ് മെയിൻസ് എത്തുമ്പോഴേക്കും ആ മിസ്റ്റേക്സ് എല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് കംപ്ലീറ്റ് കോൺഫിഡൻസോടെ തന്നെ ചെയ്യാന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് മൊത്തം. ഓക്കെ, എന്താണ് ഫീൽ ചെയ്തത് ഇന്ന് എക്സാം? നല്ല എക്സാം ആയിരുന്നു, അത്യാവശ്യം എഴുതാൻ പറ്റിയിട്ടുണ്ട്, നല്ല മാർക്ക് കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് കോൺഫിഡൻസോടുകൂടിയിട്ടായിരിക്കും എക്സാം ഹാളിൽ നിന്ന് പ്രവേശിച്ചത്. തിരിച്ചിറങ്ങിയപ്പോൾ അതേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? തീർച്ചയായും വന്നപ്പോൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഇത്രയും നാൾ ബില്ലിൽ നടത്തിയ എക്സാംസ് എല്ലാം അത്യാവശ്യം മോഡറേറ്റ് എക്സാംസ് ആയിരുന്നു. എല്ലാം അത്യാവശ്യം കോൺഫിഡൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇന്നത്തെ കുറച്ച് എനിക്ക് തോന്നുന്നു സ്റ്റിൽ ലേണിംഗ് കർവാണ്. നമ്മൾ അവസാനം ആണെങ്കിൽ കൂടി ഈ ഓരോ എക്സാമിനും കുറെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ എക്സാമിനും മനസ്സിലായി, കാരണം കുറച്ച് ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇത്ര എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു, പക്ഷെ ഇത് കുറച്ച് ടഫായിട്ട് തോന്നി. എന്തായാലും നല്ല ലെസണാണ്. കാരണം അടുത്ത ഇത്രയും ടഫ് മോഡൽ എക്സാം വന്നാലും നമുക്ക് മെയിൻ ജെയ് ഫേസ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ തീർച്ചയായും നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ ജെയ് മെയിന്റെ ആംബിയൻസ് തന്നെയാണ് ബെർലിനിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഒരു വലിയൊരു എക്സാം, ഓൺലൈൻ എക്സാം ആണ്. അവിടെ ഇത്രയും അധികം വിദ്യാർത്ഥികൾ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ബെർലിനിലാണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതന്നെ, എന്തായാലും സെയിം സിമിലർ കണ്ടീഷൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. കാരണം എക്സാം പോലെ അറ്റ്മോസ്ഫിയർ, പിന്നെ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് എല്ലായിടത്തും ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ. ഇത് സെയിം എക്സാമിന്റെ സെയിം അറ്റ്മോസ്ഫിയർ, എന്തായാലും ആ സെയിം അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയായിരിക്കും, ആ ടെൻഷനും എല്ലാം കറക്റ്റ് ലെവലിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ജെയ് എങ്ങനെയാണോ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോണത് അതേ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രാക്ടീസ് ആണ്. ഇനിയും എക്സാമുകളുണ്ട്. പ്രാക്ടീസ് ചെയ്യാറ് പ്രഷറും അതൊക്കെ ഒരു നോർമലൈസ് ആയിട്ട് വരും. ഈ ഒരു ആംബിയൻസ് എങ്ങനെയാണ് മോനെ ഫീൽ? ഞാൻ ലാസ്റ്റ് ഇയർ ജെയ് എഴുതാത്ത ഒരാളാണ്. കീം എഴുതിക്കൊണ്ടാണ്. അതെ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആംബിയൻസിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്ന് എന്താ പറയാ, ഇത്രയും നല്ല ബ്രില്യൻറ്റിന് തന്നെ ഒരുക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരത്തിലൊരു ആംബിയൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിനെ എങ്ങനെ നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്യണം, അതായത് ജെയ് മെയിൻസ് ഒറിജിനൽ എക്സാമിന് എങ്ങനെ ഫേസ് ചെയ്യണം, അതേ ഒരു ആംബിയൻസോട് തന്നെ ഓരോ മോഡൽ എക്സാമിനും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഹെൽപ്ഫുൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും കഴിഞ്ഞ വർഷം ജെയ് മെയിൻ എഴുതാത്ത ഒരു വ്യക്തിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം ഓൺലൈൻ എക്സാം എഴുതുന്നതോറും ഈ കമ്പ്യൂട്ടറുമായിട്ടുള്ള പരിചയം കൂടുന്നുണ്ട്. ഇപ്പം ജെയ് മെയിൻ ഉള്ള പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടറിലാണ് എക്സാം. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഇത്. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ലെവലൊക്കെ എങ്ങനെയാണ്? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇത്ര നാൾ എക്സാംസ് വന്ന ക്വസ്റ്റ്യൻസിനെ പോലെ അല്ല ഫേസ് ചെയ്തത്. കാരണം ശരിക്കും അത്രയൊരു ടഫ്, ഒരു കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി കൂടി എക്സാംസ് ആയിരുന്നു ഇന്ന് വന്നത്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ എൻട്രൻസ് എക്സാം എന്തായാലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാതെ ക്രാക്ക് ചെയ്യാൻ പാടാണ്. അപ്പൊ അപ്പടി ഇത്രയും ഫെസിലിറ്റീസോടെ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയ ഒരു ഹെഡ് സ്റ്റാർട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും ഈ ഒരു തുടക്കം ഒരു വലിയ തുടക്കമാവട്ടെ. വരുന്ന വർഷങ്ങളിൽ ജെയ് മെയിനെ ക്രാക്ക് ചെയ്ത് വലിയ വിജയങ്ങൾ നേടുന്ന ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. ഞാൻ ജിഷ്ണു, ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സ് ബാച്ചിലെ
E03 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് നമുക്ക് ഫസ്റ്റ് മോഡൽ എക്സാം ആണ് നടന്നത്. ഏകദേശം 6000 സംതിങ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇന്ന് നടന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഏകദേശം JEE മെയിൻ ലെവൽ തന്നെയാണ് എക്സാം. അത്യാവശ്യം ഡിഫിക്കൽട്ടും നോർമലും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു ഇത്. മോഡറേറ്റ് ആയിരുന്നു എക്സാം, പക്ഷേ JEE ലെവൽ തന്നെയായിരുന്നു. JEE എക്സാം എഴുതുന്ന പോലെ തന്നെ എല്ലാ ഫീലും ഇവിടെ തന്നെയുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എക്സാം കുറച്ച് ടഫായിരുന്നു. മോഡൽ എക്സാം ജെയുടെ ഒരു ലെവലിൽ അവർ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി ഇതുവരെ നടന്നതിൽ വെച്ച് കുറച്ചൊന്ന് ടഫായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു ലെവലിലേക്ക് അവർ കയറ്റി പതുക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ പിന്നെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ടൈം പഠിക്കാൻ കുറച്ച് ടൈമിന്റെ ഒരു കുറവുണ്ട്. ജാനുവരി 1 ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടൈമിന്റെ ഇഷ്യൂ അങ്ങനെ വരുന്നുണ്ട്. ഇന്ന് എക്സാം ആക്ച്വലി ടൈം മാനേജ് ചെയ്ത് അത്യാവശ്യമൊക്കെ എഴുതാൻ പറ്റി. കഴിഞ്ഞ വർഷം നിരവധി വിദ്യാർത്ഥികൾക്കാണ് JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡ് കീം പോലുള്ള പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന വിജയം ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്നും കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ 2025 പ്രവേശന പരീക്ഷകൾ, അതായത് JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് കീം പോലുള്ള പ്രവേശന പരീക്ഷകളെ ഫേസ് ചെയ്യാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും ഏറ്റവും രാജ്യത്തെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ കോൺഫിഡന്റ് ആയി ആത്മാർത്ഥമായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള മോഡൽ എക്സാംസ് ഒക്കെ കുറച്ച് ഹാർഡായിരിക്കും, കുറച്ച് സിമ്പിൾ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ലെസൺസ് ആണ്. ഹാർഡാണെങ്കിൽ അതിനനുസൃതമായി നന്നായി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് കീം പോലുള്ള പ്രവേശന പരീക്ഷകളിൽ ഉയർന്നൊരു വിജയം നേടി നിങ്ങൾ സ്വപ്നം കണ്ട IITകളിൽ തന്നെ പ്രവേശിക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.